എന്താ പ്രത്യേകത നിങ്ങൾ വിചാരിക്കുമല്ലേ? ഇങ്ങനെ ഒരു ഇൻട്രോ ഒക്കെ കൊടുക്കുന്നുണ്ട്. വേറെ പ്രത്യേകതയൊന്നുമില്ല. ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നു ഒരു ഇൻട്രോ കൊടുത്തിട്ട് വീഡിയോ ചെയ്യണമെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു വെപ്രാളത്തിൽ പെട്ടെന്ന് അത് ചെയ്യാനൊരു മടിയാണ്. അപ്പോൾ ഇന്നെന്തായാലും അങ്ങനെ തോന്നി ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ ക്രിസ്മസിൻ്റെ റെസിപ്പികളാണ് ഇടുന്നത്. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഞാനൊരു കേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ബീഫ് മസാല ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതുപോലൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് തന്നെ. സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നത് തന്നെ എല്ലാവർക്കും അറിയാവുന്നൊരു റെസിപ്പിയാണ്. ഫിഷ് മോളിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിഷ് മോളി. അധികം ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. മെയിൻ ഫിഷ് എന്ന് പറയുന്നത് കരിമീനും ആവോലിയിലാണ് ഫിഷ് മോളി റെഡിയാക്കുന്നത്. അതിലാണെങ്കിലാണ് അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്കത് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കിങ് ഫിഷോ അല്ലെങ്കിൽ നല്ല അയല കിട്ടുമെന്നുണ്ടെങ്കിൽ അതിലും നമുക്ക് ചെയ്ത് നോക്കാം. ആവോലി മീനിലാണ് ഞാൻ ഫിഷ് മോളി റെഡിയാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മോളി എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മോളി റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് മോളി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആവോലി മീനാണ് എടുത്തിട്ടുള്ളത്. വെള്ള ആവോലിയാണ്, ഒരു 5 പീസ് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കിതൊന്ന് കുറച്ച് മസാല ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ മീനിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിനാഗിരിക്ക് പകരം നാരങ്ങ നീരെടുത്താലും മതി കേട്ടോ. ഇപ്പോൾ ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കണത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മീനിൽ തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഇത് ഇതുപോലെ മസാല തേച്ചെടുക്കുക. ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് മീനിൽ പിടിക്കുന്നവരെ നല്ലതുപോലെ മസാല തേച്ചെടുക്കണം. ഇനി ഇതൊരു അരമണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. മീനിൽ നന്നായിട്ട് ഈ ഉപ്പും പുളിപ്പുമൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്നവരെ ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അതിനുശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഉപ്പും പുളിയൊക്കെ പിടിച്ച മീൻ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം മീൻ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കണമെന്നില്ല. പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചൊന്ന് ഗ്രില്ല് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 വശവും നന്നായിട്ട് ഫ്രൈ ആക്കിയതിന് ശേഷം നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ബാക്കിയുള്ള മീനും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീനെല്ലാം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ചൂടായി വരട്ടെ. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തത്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ അത് രണ്ടും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 5 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുളക് പൊടിയൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല, പച്ചമുളകിൻ്റെ എരിയാണ്. അപ്പോൾ ഞാനിതിൽ ഒരു 5 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കാം. ഇതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പം വലുതാണെന്നുണ്ടെങ്കിൽ 1 എണ്ണം മതി, 1 വലുത് ചേർത്ത് കൊടുത്താൽ മതി. ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കാം. ഇനി ഉള്ളിയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ മീനിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഇതിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി, ഉള്ളി ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ സവാള ഇട്ട് കൊടുത്തിട്ട് ഒരുപാടങ്ങ് ബ്രൗൺ കളറാക്കി വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി. അപ്പോൾ ഈ സവാള ഇതുപോലെ വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുത്ത മഞ്ഞൾപ്പൊടിയും കുരുമുളകൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.5 ഗ്ലാസ് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ.
ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് നമുക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മാത്രം മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പീസ് മീനും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ വളരെ കുറച്ച് വെച്ച് കൊടുത്താൽ മതി. ഒരുപാട് തീ കൂട്ടിയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ തീയിൽ നമുക്കിതൊരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 നുള്ള് ഗരം മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു 1/2 ഗ്ലാസ് ചേർത്ത് കൊടുക്കാം. തവി വെച്ച് ഇളക്കി കൊടുക്കരുത്, ചിലപ്പോൾ മീൻ പൊട്ടിപ്പോവും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ചെറുതായിട്ട് വട്ടത്തിന് അരിഞ്ഞെടുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും, നല്ല മണമായിരിക്കും. വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ചെറിയ ചൂടോടുകൂടി കഴിക്കാനാണ് കേട്ടോ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ. അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. ശരിക്കും സൂപ്പർ ടേസ്റ്റാണ്. നല്ല കുറുകിയ തേങ്ങാപ്പാലിൽ ആ മീൻ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ക്രിസ്മസിന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിന് തയ്യാറാക്കാം, കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ കരിമീനോ നെയ്മീനോ അല്ലെങ്കിൽ ആവോലിയോ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാനായിട്ടും മറക്കരുത്. അപ്പോൾ പുതിയ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്